ഹായ് ഹലോ. അപ്പോൾ ഇന്ന് രാവിലെയും കൂടി വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇതാദ്യം നമ്മൾ വെള്ളം വരുന്നത് ഇത് ചിറയിലെ വെള്ളം കേട്ടോ. ചിറയിലെ വെള്ളം അവർ ഫിൽറ്റർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. ഇതാണ് നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. തീരുമ്പരെയും വീട്ടാവശ്യത്തിന് ഇത് തന്നെ ഉപയോഗിക്കണം. കുടിക്കാനായാലും ഭക്ഷണം പാചകം ചെയ്യാനായാലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം മേളത്തെ ടാങ്കിൽ നിറച്ച് കഴിഞ്ഞ് പിന്നെ വാടകയ്ക്ക് എടുത്തിട്ട് 2 ടാങ്ക് ഉണ്ടായിരുന്നു. ഡെയിലി 500 ലിറ്ററിന് 100 വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ 2 ടാങ്ക് നിറഞ്ഞു. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ നിറച്ചു. അപ്പോൾ ഇവർ 2000 ലിറ്ററിൻ്റെ വലിയ ടാങ്കിലാണ് കൊണ്ടുവരുന്നത്. പക്ഷേ നമുക്ക് 1600 ലിറ്ററൊക്കെ തരത്തുള്ളൂ. കാരണം 3 ടാങ്ക് 500ൻ്റെ 3 ടാങ്കും പിന്നെ 2-3 കുഞ്ഞു പാത്രമൊക്കെ നിറയുമ്പോഴത്തേക്കും അവരുടെ ഇത് കഴിഞ്ഞ്. കാരണം വെള്ളം ഇപ്പോൾ കൊടുക്കാൻ വേറെ ഇല്ല. ഒരുപാട് ആൾക്കാർക്ക് വെള്ളം വേണുന്നത് കൊണ്ട് കൊണ്ടുതരുന്നവർക്ക് വളരെ കുറച്ചാണ് അവർ കൊണ്ടുവരുന്നത്. പിന്നെ 2000 ലിറ്ററിൻ്റെ ഈ ടാങ്കിൽ 1600 കൊണ്ടുതരുമ്പോൾ അവർ വാങ്ങിക്കുന്നത് 1400 രൂപയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും വൈകുന്നേരം ഉച്ച കഴിഞ്ഞായപ്പോഴത്തേക്ക് 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു മഴ. എന്താ പറയുക, ഈ വെള്ളം ഇല്ലെങ്കിലുള്ള പാടേ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എന്തുണ്ടെങ്കിലും പറ്റും എന്ന് നമുക്ക് ജനേഷ്. വെള്ളമൊന്നും ഇല്ലാണ്ടായിപ്പോയാൽ നമ്മുടെ വൃത്തിനെയും നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കും തോന്നിപ്പോവും. അത്രയും മോശപ്പെട്ടൊരു സാഹചര്യത്തിലാണ് നമ്മൾ പോകണമെന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തിൻ്റെ കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്തായാലും നല്ല കാറ്റും മഴയും മിന്നലും ഇടിയും കൊള്ളിയാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. പിള്ളേർക്കും ഭയങ്കര സന്തോഷം. അവരും മഴയത്തൊക്കെ ഇറങ്ങി ആർമാദിച്ച്. പിന്നെ കഴുകിയിടാൻ കുറേ വെള്ളമില്ലാത്തതാണ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടാണ് തുണിയൊക്കെ കഴുകണം. പിന്നെ അപ്പം വിചാരിക്കും പൈപ്പ് ലൈനിൻ്റെ ഇതെടുത്തുവിടും. പെട്ടെന്ന് പൈപ്പ് ലൈൻ കണക്ഷന് പോകുമ്പോഴത്തേക്ക് അതും ഡിമാൻഡ് 8500 റോഡ് വരെ. പിന്നെ അവിടെ നമുക്ക് റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ പോയാലും 10-15 രൂപയാവും. പിന്നെ ഇതുപോലെ 1400 ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് വെള്ളം എടുക്കുന്നേക്കാൾ അതിന് ലാഭവും തോന്നും. പിന്നെ പിള്ളേർ താണ്ട് ഇതിപ്പോൾ നമ്മുടെ വീട് കുറച്ച് ചരിഞ്ഞ് കിടക്കുന്നതാണ്. മുറ്റത്ത് വെള്ളം കെട്ടിക്കിടക്കും ഇതുപോലെ മഴ പെയ്താൽ. അതങ്ങനൊരു സംഭവം. എന്തായാലും കൊച്ചുങ്ങളുടെ പിറയെല്ലാം ചൂടുകുരു വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം അവരും വെള്ളത്തിൽ കുറച്ച് ആർമാദിച്ച് പനി പിടിക്കാതിരുന്നാൽ കൊള്ളായിരുന്നു. അപ്പം ഇതാണ്. എന്തായാലും മഴ കിട്ടിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. കുറച്ച് വെള്ളം കിണറ്റിലുമായിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള അനുഭവങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.